നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് മാർക്കോ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് വളരെ വലിയ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ഈ സിനിമ റിലീസ് ചെയ്ത ആദ്യ ദിവസം മുതൽ തന്നെ തിയേറ്ററുകളുടെ എണ്ണം കുറവായിരുന്നു എന്നുണ്ടെങ്കിലും ഹിന്ദിയിൽ നിന്ന് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ കിട്ടിയിരുന്നു എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുമ്പോഴൊക്കെ പറഞ്ഞിരുന്നു ഹിന്ദിയിൽ നിന്ന് വലിയ രീതിയിലുള്ള കളക്ഷൻ വരാനിരിക്കുന്നതേ ഉള്ളൂ, വലിയ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ എല്ലാ ഭാഗത്തുനിന്നും കേൾക്കുന്നുണ്ട്. ചാനൽ സിനിമയ്ക്ക് വേണ്ടി സിനിമാ പ്രവർത്തകർ യാതൊരുവിധ പ്രൊമോഷനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഹിന്ദിയിൽ നിന്ന്. എന്നാൽ അവിടെയുള്ള ആദ്യം ലോക്കൽ ആയിട്ടുള്ള യൂട്യൂബർമാരെ ആ സിനിമ കാണുകയും അതിന് വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് കൊടുക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാം ദിവസമൊക്കെ ആയപ്പോഴേക്കും ഹിന്ദിയിലെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലുകൾ വരെ ആ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ തുടങ്ങി. എല്ലാവരും വളരെ ഒരേ സ്വരത്തിൽ വലിയ കാര്യമായിട്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് പറയുകയും ചെയ്തു. എന്നിരുന്നാൽ പോലും സിനിമയ്ക്ക് തിയേറ്ററുകളുടെ എണ്ണം കൂടുകയുണ്ടായില്ല. ചില തിയേറ്ററുകളിൽ ഷോസിന്റെ എണ്ണം കൂടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പക്ഷെ വർക്കിംഗ് ഡേ ആയതോടുകൂടി തന്നെ, അതായത് തിങ്കളാഴ്ച തുടങ്ങിയതോടുകൂടി തന്നെ കളക്ഷൻ വലിയ കാര്യമായിട്ട് അവിടെ ഡ്രോപ്പ് ആവുന്നതും കാണാൻ സാധിച്ചു. പിന്നീട് മറ്റേ ബേബി ജോൺ എന്ന് പറയുന്ന വരുൺ ധവാന്റെ ചിത്രം റിലീസ് ചെയ്തതോടുകൂടി ഈ സിനിമ പൂർണ്ണമായിട്ട് അവിടുന്ന് വാഷ് ഔട്ട് ആകുമെന്നാണ് കരുതിയത്. വലിയ പ്രൊമോഷൻ കൊടുത്തിരുന്നെങ്കിൽ ഹിറ്റായി മാറുമെന്നും കരുതിയിരുന്നു. എന്നാൽ സകലമാന ചിന്തകളെയും മാറ്റിമറിച്ചുകൊണ്ട് സിനിമയെക്കുറിച്ച് വളരെ വലിയ അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമ ആദ്യത്തെ വാരം ഹിന്ദിയിൽ നിന്ന് വെറും 28 ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ നേടിയത്. ആദ്യത്തെ ദിവസം 10 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കളക്ഷൻ നേടിയ സിനിമയ്ക്ക് രണ്ടാം ദിവസവും ഏകദേശം 9 ലക്ഷം രൂപയോളം കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരുന്നു. പിന്നീട് സിനിമയ്ക്ക് പ്രൊമോഷൻ ഇല്ല, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓടുന്ന 35 ഷോസ് ഒക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മാക്സിമം എത്രത്തോളം കളക്ഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ആ രീതിയിലുള്ള ഷോസ് ഒക്കെ ആയിട്ട് പടം മുന്നോട്ട് പോവുകയായിരുന്നു. റിലീസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. വീക്കെൻഡ് വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തിയേറ്ററുകളുടെ എണ്ണം കുറയുകയും ഷോസിന്റെ എണ്ണം കുറയുകയും ചെയ്തു. പിന്നീട് വരുൺ ധവാന്റെ പടം വന്നപ്പോൾ അതിന് കൂടുതൽ തിയേറ്ററുകൾ കിട്ടുകയും ചെയ്തു. മാത്രമല്ല മുഫാസ പോലുള്ള സിനിമകൾ അവിടെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമകൾ അവിടെ വലിയ കാര്യമായിട്ട് കളക്ഷൻ നേടി മുന്നേറുകയും ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഇടയിൽ ആരാണ് മാർക്കോ കാണുക എന്നുള്ളൊരു ചിന്ത തിയേറ്ററുകാർക്കും ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ വരുൺ ധവാന്റെ ചിത്രം അടപടലം പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. 180 കോടിയോളം മുടക്കുമുതലുള്ള സിനിമയ്ക്ക് ഇത്രയും ദിവസം കൊണ്ട് ആകെ നേടിയെടുക്കാൻ സാധിച്ചത് വെറും 19 കോടി രൂപ മാത്രമാണ്. വളരെ കട്ട നെഗറ്റീവ് അഭിപ്രായമാണ് സിനിമയെക്കുറിച്ച് വരുന്നത്. നമ്മുടെ വിജയ് നായകനായിട്ട് വന്ന തമിഴ് സിനിമയുണ്ടല്ലോ, അതിന്റെ റീമേക്കാണ്. പക്ഷെ അവര് തിയേറ്റർ റെസ്പോൺസിൽ അവര് ഹിന്ദിക്കാർ പറയുന്നുണ്ട് ഈ സിനിമ നമ്മൾ നേരത്തെ കണ്ടതാണ്, തമിഴില് ഡബ് ചെയ്ത് ഇവിടെ വന്ന് നമ്മൾ കണ്ടതാണ്, പിന്നെ എന്തിനാണ് കാശ് കൊടുത്ത് ഈ സിനിമ കാണുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. വളരെ ന്യായമായിട്ടുള്ളൊരു ചോദ്യം. എന്ത് തന്നെയാലും ആ ഒരു സംഭവം കൊണ്ട് വരുൺ ധവാന്റെ സിനിമയ്ക്ക് ഏതാണ്ടൊരു തീരുമാനമായി എന്ന് കാണുന്ന സമയത്ത് പിറ്റേ ദിവസം, അതായത് ഇന്നലെ ശനിയാഴ്ച സിനിമയുടെ ഷോസിന്റെ എണ്ണം 275 സിംഗിൾ സ്ക്രീനിൽ നിന്ന് 4 സിംഗിൾ സ്ക്രീനിലേക്കായിട്ടാണ് സിനിമ ഇടിഞ്ഞിരിക്കുന്നത്. ഏത് വരുൺ ധവാന്റെ സിനിമ 275 സിംഗിൾ സ്ക്രീനിൽ നിന്ന് 4ലേക്ക് ബോംബെ മാർക്കറ്റിൽ പടം വീണു എന്ന് പറയുമ്പോൾ പടം ഇനി അവിടെ നിന്ന് ഒന്നും തന്നെ കളക്ഷൻ നേടാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതേ സമയത്ത് നമ്മുടെ മാർക്കോന്റെ ഗതി എന്താണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ 34 തിയേറ്ററുകളിൽ നിന്ന്, സിംഗിൾ സ്ക്രീൻ മാത്രമല്ല എല്ലാ തിയേറ്ററുകളും കൂട്ടി 34 തിയേറ്ററുകളിൽ നിന്ന് 350ലേക്ക് ബോംബെ മാർക്കറ്റിൽ പടം കുതിച്ചിരിക്കുന്നു. 34ൽ നിന്ന് 350ലേക്ക് പടം മാറി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സിനിമ നേടിയെടുക്കാൻ പോകുന്നത് എന്നുള്ളത്. ഈ ഒരു കുതിപ്പിന് വലിയ ഒരു ഗുണമായത് വ്യാഴാഴ്ച ഇറങ്ങിയ ബേബി ജോണിന്റെ പരാജയം തന്നെയാണ്. അതിനുശേഷമാണ് വെള്ളിയാഴ്ചയോടുകൂടി തിയേറ്ററുകളുടെ എണ്ണം നേരെ കൂടുന്നതായിട്ട് കാണാൻ സാധിച്ചിരുന്നു. വെള്ളിയാഴ്ചത്തെ കളക്ഷൻ വരുമ്പോൾ ആദ്യ ആഴ്ചയിൽ ഹിന്ദിയിൽ നിന്ന് മൊത്തം 28 ലക്ഷം രൂപ കളക്ഷൻ നേടിയ ചിത്രം വെള്ളിയാഴ്ച മാത്രം ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് 25 ലക്ഷം രൂപയാണ്.
28 കോടി എന്നാണോ ഞാൻ ആദ്യം പറഞ്ഞത്, എങ്കിൽ ക്ഷമിക്കുക. 28 ലക്ഷം രൂപ ഒരാഴ്ച കൊണ്ട് നേടിയ സ്ഥാനത്താണ് ഒറ്റ ദിവസം കൊണ്ട് 25 ലക്ഷം രൂപയിലേക്ക് കളക്ഷൻ മാറുന്നത്. അതിനെയെല്ലാം മറികടന്നുകൊണ്ട് ശനിയാഴ്ച ഒരു മലയാള സിനിമ ഡബ് ചെയ്ത് ഹിന്ദിയിലെത്തിയിട്ട് ഒരു ദിവസം നേടിയ സകലമാന റെക്കോർഡുകളെയും തൂക്കി കാറ്റിൽ പറത്തിക്കൊണ്ട് 60 ലക്ഷം രൂപയാണ് ശനിയാഴ്ച മാത്രം ഹിന്ദി ബോക്സ് ഓഫീസിൽ നിന്ന് ഈ സിനിമ നേടിയത്. ഇതിന് ഏറ്റവും സഹായകമായി മാറി എന്ന് പറയുന്നത് ചിത്രത്തിന് ബോംബെയിൽ നിന്ന് കിട്ടിയ സ്വീകരണവും തിയേറ്ററുകളുടെ എണ്ണവും തന്നെയാണ്. ഇതിന് ശരിക്കും കടപ്പെട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ വിതരണക്കാരോ ഒന്നുമല്ല. ഇതിന് നന്ദി പറയേണ്ടത് ഹിന്ദിയിൽ ഈ സിനിമയ്ക്ക് റിവ്യൂ കൊടുത്ത അവിടുത്തെ റിവ്യൂ ചാനലുകളും അതുപോലെ തന്നെ തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ സാധിച്ച ചാനലുകളും തന്നെയാണ്. പിന്നീട് ഇന്നലെ ഞാൻ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതായത് ഈ സിനിമയുടെ ഈ ഒരു വിജയത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇത്ര സ്വീകരണത്തിന്റെ ഭാഗമായിട്ട് ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ, അതായത് ഉണ്ണിമൂന്തനും വില്ലനായിട്ട് വന്ന അദ്ദേഹവും പിന്നെ നായികയും കൂടി അവിടെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടി. ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയുള്ള ഒരു സംഭവം 20 മിനിറ്റ് വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അതിനും താഴെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഹിന്ദിക്കാർ ഈ സിനിമ ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇതിന് ഒരു 2 ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. ഒന്ന്, ഈ ഒരു സിനിമ ഇപ്പോൾ ഇവിടെ വയലൻസിൽ വലിയ കാര്യമായിട്ടൊക്കെ പേര് നേടിയെടുക്കുന്നതിന് മുമ്പ് ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ ഒരു അത്ഭുതം നടന്നതാണ് KGFന്റെ 1ാം ഭാഗം. 250 കോടി രൂപയാണ് ആ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയത്. അതിന് കാരണമായി മാറിയതിന്റെ പ്രധാന ഘട്ടം എന്ന് പറയുന്നത് ഹിന്ദിയിൽ ആ സിനിമ ഒരല്പം വൈകിയാണെങ്കിലും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ റിലീസ് ചെയ്തു, ആരും അറിഞ്ഞില്ല. പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടാൻ തുടങ്ങി, തിയേറ്ററുകളുടെ എണ്ണം കൂടാൻ തുടങ്ങി, അതോടുകൂടി ജനങ്ങൾ ആ തിയേറ്ററുകളിലേക്ക് എത്താൻ തുടങ്ങി. സിനിമ ഭീകര ഹിറ്റായി മാറി. 250 കോടിയോളം നേടിയ സിനിമയ്ക്ക് 2ാം ഭാഗം വന്നപ്പോൾ ഹിന്ദിയിലാണ് ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ കിട്ടിയത്, ഏറ്റവും കൂടുതൽ പൈസയ്ക്ക് വിറ്റുപോയത് ഹിന്ദിയാണ്, ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയത് ഹിന്ദിയാണ്. സകലമാന റെക്കോർഡുകൾ ഹിന്ദി തൂക്കി ചിത്രം 1000 കോടിക്ക് മുകളിലേക്ക് എത്തി. കാന്താര എന്ന് പറയുന്ന സിനിമ എടുത്തു നോക്കുക, ആരും അറിഞ്ഞില്ല. ഒരു കന്നഡ പടം, വെറും 3 കോടി മാത്രം ബഡ്ജറ്റുള്ള കന്നഡ പടം 300 കോടി അടിച്ചു എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും തുണയായി മാറിയത് ആ സിനിമയ്ക്ക് ഹിന്ദിയിൽ നിന്ന് കിട്ടിയ സ്വീകരണം തന്നെയാണ്. അതും ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ ആഴ്ച ആരും തന്നെ അറിയാതെ ഓടിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതേ യൂട്യൂബർമാരുടെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും കേട്ട് ഓരോരുത്തരായിട്ട് ആ പടം കാണാൻ തുടങ്ങുന്നു. പിന്നീട് അതിന് വലിയ കാര്യമായിട്ടുള്ള സ്വീകരണം കിട്ടുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിട്ട് ആ സിനിമ മാറുന്നു. കന്നഡയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായിട്ട് ആ സിനിമ മാറുന്നു. അങ്ങനെ ഇനി അതിന്റെ 2ാം ഭാഗം വരുമ്പോൾ, ഇപ്പോൾ 1ാം ഭാഗത്തിന് 300 കോടി കിട്ടിയെന്നുണ്ടെങ്കിൽ എഴുതി തരാം, പടം പോസിറ്റീവാണ് എന്നുണ്ടെങ്കിൽ 2ാം ഭാഗം 1000-ന് മുകളിൽ കളക്ഷൻ നേടുമെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് തന്നെ പറയാൻ പറ്റും. പുഷ്പ 2-ന് സംഭവിച്ചത് എന്ത് തന്നെയാണ്. പുഷ്പ 2 ഇപ്പോൾ 1700 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടുന്ന ചിത്രമായിട്ട് അത് മാറുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. നേപ്പാളിൽ നിന്ന് 25 കോടി രൂപ കളക്ഷൻ നേടിയെന്ന് ഒരു ഇന്ത്യൻ സിനിമ ആദ്യമായിട്ടാണ് നേപ്പാളിൽ റിലീസ് ചെയ്തിട്ട് ഇത്രയും വലിയൊരു ഹിറ്റ് ആവുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇറങ്ങിയ KGFനോ അല്ലെങ്കിൽ RRനോ ഒന്നും തന്നെ നേടാൻ സാധിക്കാതിരുന്ന, ബാഹുബലിക്ക് പോലും നേടാൻ സാധിക്കാതിരുന്ന റെക്കോർഡ് പുഷ്പ 2-ന് നേടിയെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്ന് പറയുന്നത് 1ാം ഭാഗത്തിന് അല്പം വൈകിയാണെങ്കിലും സ്വീകരണം കിട്ടിയെന്നുള്ളതാണ്. ഇപ്പൊ ഈ ഒരു സിനിമ തന്നെ നോക്കുക. ഇപ്പൊ നമ്മുടെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇനിയിപ്പോൾ തിയേറ്ററുകളിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 15-20 കോടി രൂപ ഹിന്ദിയിൽ നിന്ന് കിട്ടുമെന്ന് തന്നെ കണ്ണും പൂട്ടി നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും വലിയ കാര്യമായിട്ടുള്ള ഫൈനൽ കളക്ഷൻ വരും, വലിയ കാര്യമായിട്ടുള്ള സംഖ്യ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതിനെ അപ്പുറമായിട്ട് ഈ ഒരു സിനിമ OTTയിൽ വന്നതിന് ശേഷം OTTയിൽ സകലമാന ക്രൈമുകളും കാണിക്കുമെന്ന് തന്നെയാണ് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്. അതായത് കട്ട് ചെയ്ത് 8 മിനിറ്റ് 20 സെക്കൻഡും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ട് കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു വലിയ ഒരു ക്രൈമായിട്ട് മാറും. അപ്പോൾ എന്തിനേലും ആ സിനിമ OTTയിൽ റിലീസ് ചെയ്തതിന് ശേഷം അത് വലിയ കാര്യമായിട്ട് ഹിന്ദിയിൽ സ്വീകരിക്കപ്പെടുമെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ മാർക്കോയ്ക്ക് 2-3 ഭാഗങ്ങളുണ്ട് എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരായിട്ടുള്ള എല്ലാവരും തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ 2ാം ഭാഗം തന്നെയായിരിക്കും മലയാള സിനിമയിലെ ആദ്യത്തെ 1000 കോടി ചിത്രമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ ഒരു ചിത്രം ഇറങ്ങുന്നത് വരെ ഒരാൾ പോലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഈ ഒരു നിമിഷം പോലും ഒരാളും പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കും ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷെ വെയിറ്റ് ആൻഡ് സി എന്ന് മാത്രമേ പറയാനുള്ളൂ. മാർക്കോയുടെ 2ാം ഭാഗം ഇറങ്ങുമ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ഈ ചിത്രത്തിന് കിട്ടിയ പോസിറ്റീവ് റെസ്പോൺസ് തന്നെ അതിനും കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ 1000 കോടി തൂക്കും മലയാള സിനിമ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അത് മാർക്കോ 2-ലൂടെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിലും ആർക്കും സംശയം വേണ്ട. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.